നമസ്കാരം കുട്ടികളെ, ഒരു കഥ പറയട്ടെ. ഒരിക്കൽ ഒരു ദിക്കില് യമുന നദിയുടെ കരയില് ഒരു സന്യാസി ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഒരു ഗൃഹസ്ഥൻ ഈ സന്യാസിയുടെ അടുത്തേക്ക് വന്നു. സന്യാസി ചോദിച്ചു, എന്താ ബ്രാഹ്മണ, സുഖം തന്നെയല്ലേ? അയ്യോ സന്യാസി, സുഖം തന്നെയാണ്. അയ്യോ ഒന്നും പറയണ്ട, മഹാ കഷ്ടപ്പാടാണ്. ഞാൻ ഒരുപാട് അമ്പലങ്ങളിലൊക്കെ ശാന്തി ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും എന്നെ കല്യാണങ്ങൾക്ക് ശാന്തി ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പല ഗൃഹങ്ങളിലും പൂജ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലത്ത്. ഇപ്പം അതെല്ലാം പോയി. എനിക്ക് ചെറിയൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. അതിൽ ചെറിയ കൃഷി ചെയ്ത് ജീവിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടിലാണ്. എന്നെ രക്ഷിക്കണം സന്യാസി. അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പം സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞു, യമുനാ നദീതീരത്തുള്ള ആ സന്യാസിയെ പോയി കാണൂ, അദ്ദേഹം നിങ്ങളുടെ കഷ്ടപ്പാടെല്ലാം തീർക്കുന്നു. അതുകൊണ്ടാണ് അങ്ങയെ തേടി ഞാനിവിടെ വന്നത്. അപ്പോൾ ഈ സന്യാസി വിചാരിച്ചു, ദൈവം എന്തിനാ അങ്ങനെ പറഞ്ഞത്? എൻ്റെ കയ്യിൽ ആകെ ഒരു പാത്രവുമുണ്ട്, ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രമുണ്ട്, എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ലാലോ. പിന്നെ എന്താണ് ദൈവം അങ്ങനെ പറഞ്ഞത്? ഇദ്ദേഹത്തിൻ്റെ ദുഃഖം, ഒരുപാട് സമ്പത്ത് വേണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ദുഃഖം ഞാൻ എങ്ങനെ തീർക്കും? അങ്ങനെ ഇദ്ദേഹം സന്യാസി ഒന്നിരുന്ന് ആലോചിച്ചു. അപ്പോൾ ഒരു ഓർമ്മ വന്നു. യമുനാ നദീതീരത്ത് അദ്ദേഹത്തിനൊരു കല്ല് കിട്ടി. വളരെ പ്രത്യേകതയുള്ളൊരു കല്ലായിരുന്നു അത്. അപ്പോൾ അദ്ദേഹം അതെന്ത് പണി ചെയ്തു? ആ യമുനാ നദീതീരത്ത് തന്നെ മണ്ണിൻ്റെ അടിയിൽ അത് കുഴിച്ചിട്ടു. ആ കല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഈ ബ്രാഹ്മണന് നല്ല സമ്പത്തുണ്ടാവും. അപ്പോൾ ബ്രാഹ്മണനോട് പറഞ്ഞു, അങ്ങനൊരു കാര്യം ചെയ്യും, യമുനാ നദീതീരത്ത് ഇന്ന ദിക്കിൽ ഒരു കല്ല് കുഴിച്ചിട്ടുണ്ട്. ആ കല്ല് എടുത്ത് നീ ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കോളൂ. നിന്റെ എല്ലാ ദുഃഖത്തിനും പരിഹാരമായി. പിന്നെ നിനക്ക് ഈ ജീവിതത്തിൽ ഒരിക്കലും സമ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകും. ബ്രാഹ്മണന് വളരെ സന്തോഷമായി. അങ്ങനെ ബ്രാഹ്മണൻ ഓടി നമസ്കരിച്ചു. സന്യാസി നമസ്കരിച്ചു, ഓടി യമുനാ നദീതീരത്ത് പോയി ആ പറഞ്ഞ സ്ഥിക്കിലെ മണ്ണ് കുഴിച്ചു. നോക്കുമ്പോൾ കുഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കല്ല് കിട്ടി. ആ കല്ല് എടുത്ത് കൈ പിടിച്ചപ്പോഴത്തേക്കും ഒരു ഇരുമ്പായിരുന്നു അത് കൈ പിടിച്ചപ്പോഴത്തേക്കും അത് സ്വർണ്ണമായി മാറി. അങ്ങനെ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റിയില്ല. അയ്യോ, ഇതെന്താ ഇത് സ്വപ്നമാണോ അല്ലെങ്കിൽ ശരിക്കുള്ളത് തന്നെയാണോ? അങ്ങനെ അദ്ദേഹം ഈ സന്യാസീൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി കാലിൽ വീണ് നമസ്കരിച്ച് പറയൂ, അയ്യോ അങ്ങ് വളരെ നല്ലൊരു സന്യാസിയാണ്, അങ്ങ് എന്നെ രക്ഷിച്ചു, എൻ്റെ എല്ലാ ദുഃഖങ്ങളും അങ്ങ് മാറ്റി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സന്യാസി പറഞ്ഞു, കുഴപ്പമില്ല, നീ ആ കല്ല് വെച്ചോളൂ, നീ പോയിക്കോളൂ, വീട്ടിലേക്ക് പോയിക്കോളൂ, സന്തോഷമായില്ലേ? പോയിക്കോളൂ. അങ്ങനെ ഇദ്ദേഹം ബ്രാഹ്മണൻ കുറച്ചങ്ങോട്ടേക്ക് എത്തിയപ്പോൾ അവിടെ നിന്നിട്ട് എന്തോ ആലോചിക്കുന്ന പോലെ തോന്നി. സന്യാസി വെച്ചു, എന്ത് പറ്റി, ഇനിയും വേറെ എന്തെങ്കിലും വേണോ? മനുഷ്യന്മാരല്ലേ, ആഗ്രഹങ്ങൾ ഒരിക്കലും തീരില്ലാലോ. അങ്ങനെ ഇദ്ദേഹം തിരിച്ചു വന്ന് പറഞ്ഞു, അങ്ങ് പറഞ്ഞു തരൂ, ഇത്രയും വലിയൊരു അമൂല്യമായ വസ്തു അങ്ങയുടെ പക്കലുണ്ട്, അതുകൊണ്ടല്ലേ ഇതങ്ങ് വേണ്ടാന്ന് വെച്ചത്? ആ അമൂല്യ വസ്തു എന്താണ്? അതെനിക്കും തരുമോ? അല്ലേ, ഈ സന്യാസിക്ക് ഈ കല്ല് കിട്ടിയതാണ്, പക്ഷെ ഇത് വേണ്ടെന്ന് വെച്ചു. അപ്പം അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്? അത് എന്താണ് പറയാമോ?